നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രം അപ്പോയിൻമെന്റ് വന്നതാ. ഞങ്ങൾക്ക് തിരക്കുള്ള ദിവസങ്ങളാണെന്ന് അറിയില്ലേ? വന്നത് എന്തിനാണെന്ന് പറയൂ. വാട്ട് യു വാണ്ട്? നിങ്ങളുടെ ഹസ്ബൻഡിനെ KGS ആരാണെന്ന് ബോധ്യപ്പെടുത്തി വിട്ടാണ്. പെൺകുട്ടികൾ വന്ന് കൊഞ്ചിയാൽ സ്വന്തമായ ഒരു TV ചാനൽ എന്നതിനേക്കാൾ വലിയൊരു ഓഫറായിരിക്കും അതെന്ന് തോന്നിയവന്. യൂണിവേഴ്സിറ്റി മാർക്ക് ലിസ്റ്റ് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ അവനെ ബോധ്യപ്പെടുത്തിയാ വിട്ടത്. വലിയൊരു പുസ്തകത്തിന്റെ ഒരേ ഒരു പേജ് മാത്രമേ ഇപ്പൊ KGS ഈവനിങ്സ് പുറത്തു വിട്ടിട്ടുള്ളൂ. അതിൽ ഒരിടത്തും ആദ്യത്തിനെന്നോ ചിത്രയെന്നോ ഓപ്പൺ ചെയ്തിട്ടില്ല. ഈ കേരളത്തിൽ ഫ്ലാറ്റ് വിൽപ്പനക്കാർ എത്രയോ പേരുണ്ട്. KGSന്റെ അടുത്ത ചാപ്റ്റർ പുറത്ത് വിടരുതെന്ന് പറയാൻ ഇവിടെ വന്നത് ആദിത്യ ഗ്രൂപ്പിന്റെ മരുമകനും മകളും മാത്രമാണെന്ന് പറഞ്ഞാൽ അത് മാത്രം മതി സ്വയം വിളിച്ചു പറഞ്ഞ തെളിവായിട്ട്. എന്താ പേര്? പല്ലവി. യെസ്, പല്ലവി. ആൻസി പറഞ്ഞറിയാൻ എനിക്ക് നിങ്ങളെ. അതുകൊണ്ട് മാത്രം ഞാൻ ഗെറ്റ് ഔട്ട് പറയുന്നില്ല. ഒരു ഗെയിമും കൊണ്ടും ആരും ഇങ്ങോട്ട് വരണ്ട. പ്ലീസ് പോയിക്കോളൂ. സർ പ്ലീസ് സർ, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. ജസ്റ്റ് 5 minutes പ്ലീസ് സർ പ്ലീസ്. ഓക്കെ, ഇരിക്കും. ഡൽഹി ടൈംസിലെ 5 digit സാലറിയെ കളഞ്ഞ് പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന KG സുബ്രഹ്മണ്യ അയ്യർ. ഐ എം എ ബിഗ് ഫാൻ ഓഫ് KG's ഈവനിങ്സ്. ഇപ്പോഴല്ല, ലണ്ടനിൽ പഠിക്കുന്ന ടൈം മുതലേ ഞങ്ങളുടെ ഗ്രൂപ്പ് സാറിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. വലിയൊരു ഐഡൽ സാറിന് മനസ്സിലുണ്ട്. അത് കളയരുത് പ്ലീസ്. പറയൂ. ആൻസി കുഞ്ഞമ്മ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞാൻ. ഒരു ഗെയിമിന് വന്നതല്ല ഞാൻ. ഋഷി ഇവിടെ വന്ന കാര്യം പോലും എനിക്കറിയില്ല. അതുമാത്രമല്ല, അവിടെ നടക്കുന്ന ഒരു കാര്യവും എനിക്കറിയില്ല. ചിറ്റപ്പൻ ജനുവിനായിരുന്നു. ഇപ്പൊ ചിറ്റപ്പനും ആ ഗ്രൂപ്പില. അവര് മാറ്റിയെടുത്തു. ഞാൻ വന്നത് ഒരു കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാ. എനിക്കിപ്പോൾ ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. വാക്കുകളിലല്ല, കണ്ണുകളിൽ ഒരാളെ ജഡ്ജ് ചെയ്യേണ്ടതെന്ന്. എന്തെങ്കിലും ജെന്യുവിനിറ്റി എൻ്റെ കണ്ണിലുണ്ടെന്ന് സാറിന് തോന്നുകയാണെങ്കിൽ മാത്രമേ ആ സാറോട് എന്തെങ്കിലും ചോദിക്കുള്ളൂ. യെസ്, കണ്ണുകളിലാണ്. ഞാനും അങ്ങനെ വിശ്വസിക്കുന്നത്. പല്ലവി എന്തിനാ വന്നത്? എന്തറിയാനാ? ഞാൻ പറഞ്ഞില്ലേ സാർ, ഇപ്പൊ എനിക്ക് ഒരു ചോദ്യമല്ല ഉള്ളത്. സാറ് പറഞ്ഞ പോലെ KGS ഈവനിങ്സിൽ പപ്പയുടെയും മമ്മയുടെയും ആദിത്യ ഗ്രൂപ്പിന്റെയും ഒരു സൂചന പോലും ഇല്ലായിരുന്നു. പക്ഷെ അത് കണ്ട സെക്കൻഡ് മുതൽ വീട്ടിൽ വലിയ ഇഷ്യൂസാ, വലിയ വലിയ ചർച്ചകളാ. ആരെയൊക്കെയോ വിളിക്കുന്നു. ഇപ്പൊ ഋഷി ഇവിടെ വന്നെങ്കിൽ തന്നെ അതൊരു ചർച്ച ചെയ്തിട്ട് തന്നെ വന്നതാ. എനിക്കൊരു കോമൺ സെൻസ് ഇല്ലേ സാർ? ഞാൻ ഗസ് ചെയ്തതാണ്. അവരോട് ചോദിച്ചാൽ അവരൊന്നും പറയില്ല. ഇപ്പൊ ഋഷി ഇവിടെ വന്നു എന്ന് അറിഞ്ഞിട്ട് ഞാൻ പോയി ചോദിച്ചാൽ പോലും അവരൊരു ഗ്രൂപ്പായിട്ട് എന്നെ കോർണർ ചെയ്യും. എനിക്കൊന്നും അറിയില്ല, ഞാൻ ഫുൾ നെഗറ്റീവാണ്, ഇതൊക്കെ പറഞ്ഞ് എന്നെ ഒതുക്കും. അതുകൊണ്ടാ സാറിനെ കണ്ട് നേരിട്ട് ചോദിക്കാനുള്ള ധൈര്യം തോന്നിയത്. അല്ലാതെ അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടല്ല സാർ. ആ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, ഈവൻ ഋഷിയിൽ നിന്ന് പോലും. അല്ലെങ്കിൽ ചിലപ്പോൾ ആൻസി കുഞ്ഞുമായി ട്രാപ്പ് ചെയ്ത പോലെ അവരെന്നെ ഒതുക്കും ഏതെങ്കിലും രീതിയിൽ. ഈ ദുബായ് ബേസ്ഡ് കമ്പനി എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ പപ്പയും മമ്മിയാണോ സാർ? ആ താഴത്തെ ഫ്ലോറിന്റെ മിസ്റ്ററി ശരിക്കും എന്താണ് സാർ? പറയാൻ വിശ്വാസം ഉണ്ടെങ്കിൽ പ്ലീസ് സാർ. പല്ലവി, എല്ലാത്തിനുള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിപ്പം റിവീൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ജെനുവിനിറ്റി മനസ്സിലാക്കി ഒരു കാര്യം ഞാൻ പറയാം. പല്ലവിയുടെ പേരൻസും ഹസ്ബൻഡും ഇപ്പോൾ വിശ്വസിക്കുന്നത് ആൻസി വർഗീസിൻ്റെ വീഡിയോ കേസിൽ ഒരു റിവെഞ്ച് പോലെ ഞാൻ ഉണ്ടാക്കിയെടുത്ത കഥയോ കേസോ ആണ് ഈ ഫ്ലാറ്റ് ഇഷ്യൂ എന്നാ. സത്യത്തിൽ ഇത് വെറും ഒരു കോഇൻസിഡൻസ് ആണ്. ആൻസിയുടെ വിഷയത്തിൽ KGS ഈവനിങ്സ് ഇൻവോൾവ് ചെയ്തത് അവരുടെ ഗതികേട് കണ്ടിട്ടാ. ആ ഗതികേടിനെ മറികടക്കാൻ ആൻസി കാണിക്കുന്ന വിൽപ്പവർ കണ്ടിട്ടാ. പക്ഷേ ആൻസിയുടെ കേസ് എൻ്റെ മുമ്പിൽ വന്നു പെട്ടതുപോലെ വന്നു ചേർന്ന വിഷയമല്ല ഈ ഫ്ലാറ്റ് ഇഷ്യൂ. അത് 2020-ൽ
KG's ഈവനിങ്സ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ വർഷം മുഴുവൻ എടുത്ത് പ്രിപ്പയർ ചെയ്ത അഴിമതിയുടെ വമ്പൻ സ്റ്റോറീസാ. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഈ 2 കേസും കണക്റ്റഡ് ആണെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ആൻസിക്ക് വേണ്ടി അവരൊരുക്കുന്ന ഓരോ ട്രാപ്പിൽ നിന്നും ആൻസിയെ രക്ഷിക്കാൻ എനിക്ക് ആദിത്യ ഗ്രൂപ്പിനെതിരെയുള്ള ഈ തെളിവുകൾ എടുത്ത് ഉപയോഗിക്കേണ്ടി വരികയാണ്. ഐ മീൻ, ആൻസിയുടെ വീഡിയോ കേസ് തീർന്നാലും KG's ഈവനിങ്സ് ആദിത്യ ഗ്രൂപ്പിന്റെ പുറകെ തന്നെ കാണും. പല്ലവിക്ക് ഒരു പിടിയും കിട്ടാത്ത ഒരു ഹിസ്റ്ററി പല്ലവിയുടെ പപ്പയ്ക്കും മമ്മിക്കും ഇടയിലുണ്ട്. ഇതൊന്നും പുറത്തു വരാതെ പറ്റില്ല. പുറത്തു വന്നാൽ ജയിൽ ശിക്ഷ അനുഭവിക്കാതെ പറ്റില്ല. സോ ഒരു അഡ്വൈസ് ഞാൻ പറയാം. ആ ഗ്രൂപ്പിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്നതിനെ നല്ലത്. പക്ഷേ ഇപ്പം അതിന് ട്രൈ ചെയ്യരുത്. ഒന്നിനും മടിക്കാത്ത ഒരു ഹസ്ബൻഡും കൂടിയുണ്ട് ഇപ്പം ആ ഗ്രൂപ്പിൽ, ഇല്ലേ? പത്രവാർത്തകൾ നമുക്ക് മാത്രം സംഭവിക്കില്ല എന്ന മണ്ടത്തരം കാണിക്കാതിരിക്കുക. എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കാം. ഞാനുണ്ട്, ആൻസിയുണ്ട്. ഓക്കെ, ഇപ്പോൾ അത്രയും അറിഞ്ഞാൽ പോരെ? പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. സർ ആദ്യം ഒരു യൂണിവേഴ്സിറ്റി കേസിന്റെ കാര്യം പറഞ്ഞില്ലേ, എന്തോ മാർക്ക് ലിസ്റ്റോ അങ്ങനെ എന്തോ. അതെനിക്ക് മനസ്സിലായില്ല. ഹസ്ബൻഡിന്റെ കാര്യം തന്നെ. അവനോട് ഒന്നൊന്നും പറഞ്ഞില്ലേ? ഇല്ല, പറയാൻ പറ്റില്ല. പവി, സർ, ആ ഡോക്യുമെന്റ്സ് ഇങ്ങെടുത്തോ. ഒപ്പം പഠിച്ചിരുന്നവരല്ലേ? എങ്ങനെയായിരുന്നു സ്റ്റഡീസിലേക്ക് അവൻ? ആവറേജ് പോലും അല്ലായിരുന്നു. എന്നിട്ടും ഡിസ്റ്റൻഷൻ കിട്ടി പാസ്സായി. ആള് ഭയങ്കര ബ്രില്യന്റാ. ഇതിന്റെ വേറെ കോപ്പി ഉണ്ടോ നമ്മുടെ കയ്യില്? കോപ്പി ഉണ്ട് സർ, വേറെ ഉണ്ട്. പല്ലവിയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ദേ ഇതിനകത്തുണ്ട്. പോയി നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷം എന്നെ വിളിച്ചാൽ മതി. പോയിക്കോളൂ. തിരുവനന്തപുരം താലൂക്കിൽ വെങ്ങാനൂർ വില്ലേജിൽ മുട്ടക്കാട് ദേശത്ത് കൃഷ്ണപിള്ള മകൻ അനന്തകൃഷ്ണൻ 2/465/17/461 വീട്ടിൽ താമസം. DLB 156433 നമ്പറായി തിരിച്ചറിയൽ കാർഡ് സിദ്ധിച്ചിട്ടുള്ളതുമായ സിനിമാ പ്രവർത്തകൻ 45 വയസ്സ്. കോന്നി വില്ലേജിൽ തോന്നിക്കര താലൂക്ക് കളത്തിൽ പറമ്പിൽ വർഗീസ് മകൾ WJT 0200 നമ്പറിൽ തിരിച്ചറിയൽ കാർഡ് സിദ്ധിച്ചിട്ടുള്ളതുമായ ആനി വർഗീസ്, പഞ്ചായത്ത് ക്ലർക്ക് 28 വയസ്സ്. തോണിക്കര ദേശത്ത് ആഞ്ഞിലിമൂട്ടിൽ ഷൗമേൽ മകൻ WJT 02-341 നമ്പർ തിരിച്ചറിയൽ കാർഡ് സിദ്ധിച്ചിട്ടുള്ളതുമായ ആഞ്ഞിലിമൂട്ടിൽ അലക്സ് ഷൗമേൽ മുതൽ പേർക്ക് എഴുതി കൊടുത്ത ജന്മം തീരാധാരം. ഇങ്ങോട്ട് നിർത്തിയേ. ഇതെങ്ങോട്ട് ഈ സൂപ്പർ ഫാസ്റ്റ് പോണ പോലെ? കൊച്ചിന്റെ അമ്മ ആ വാക്കങ്ങോട്ട് ശ്രദ്ധിച്ചാ? തീരാധാരം, ഇഷ്ടദാനെന്ന ആനന്ദം പറഞ്ഞത്. അതെ, അത് ഭാവിയിൽ ചിലപ്പോ പ്രശ്നമാവും. അതുകൊണ്ട് പന്തളം ബേബി അതെന്താക്കി? തീരാധാരം. ഒരു ചെറിയ പ്രതിഫലം അങ്ങോട്ട് എഴുതൂട്ടോ. 10 പൈസ കൊടുക്കണ്ട. ആചാരി വായിച്ചോ. താഴെ പറയുന്ന പട്ടിക വകയിൽ ഉൾപ്പെട്ട കൂടുതലൊന്നും വായിക്കാനില്ലെന്നേ. പട്ടികവർഗത്തിൽ എന്തൊക്കെയാ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതങ്ങ് പറഞ്ഞാൽ മതി, അല്ലേ അനി? അതിലെന്താ? ഈ വീട് ഇരിക്കണ 30 സെന്റ്, 60 സെന്റ് റബ്ബർ തോട്ടം. ഇതൊക്കെ നിങ്ങളുടെ പേരിലല്ലേ? ഏയ്, ആരോ വന്നൂലോ, ഒന്ന് നോക്കിയേ.
ആചാരി വായിച്ചോ. 02-3-41 നമ്പർ തിരിച്ചറിയൽ കാർഡ് സിദ്ധിച്ചിട്ടുള്ളതുമായ ആഞ്ജലി മൂട്ടിൽ അലക്സ് ചൗമേൽ മുതൽ പേർക്ക് എഴുതി കൊടുക്കുന്ന ജന്മ തീരാധാരം. ആൻസിയ ആ ചേച്ചി വന്നേക്കുന്നു. മോളെ ആരാണ്ടൊക്കെ വിരുന്നുകാരുണ്ടല്ലോ ഇവിടെ. സാരില്ല, കൊച്ചപ്പൻ ഇറങ്ങാം. കുഞ്ഞിനെ പിടിക്ക്. ഇതെന്തുട്ടാ കേസ്? ഈ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോ പോവാൻ വേറെ സ്ഥലമില്ലാണ്ടാ ഇപ്പൊ ഇങ്ങോട്ടാ വന്നേ? അലക്സേ, ഇവിടെ ഇറക്കി വിടാണ്ട് ഒരു കാര്യം നടക്കില്ലാട്ടാ. ആനന്ദ അവിടെ രജിസ്റ്റർ ഓഫീസിൽ നിക്കാ. ഇറങ്ങി പോവാൻ പറയാ നീ. ഞാനോ? നിങ്ങൾ പറ. നീ പറ പോയി. പറങ്ങോട്ട്. നീ പറ. നിങ്ങളൊന്ന് തല്ലൂടാണ്ട് ആരെങ്കിലും പോയി അവളെ ഇറക്കി വിട്ടേ. പറ. പോ. ആ ഞാൻ പറയും. ആ തീരാധാരം വായിക്കട്ടെ. എന്റെ ആചാരി, ആദ്യം താണ്ട ഈ പ്രശ്നം ഒന്ന് തീരട്ടെ. ഈ കീഴാധാരം ആധാരൊക്കെ വായിച്ചിട്ട് ഞാൻ എന്താ കാര്യം? ഒന്ന് ചെല്ലാനി. മോളെ അവിടെ എന്ത് കച്ചേരിയാ നടക്കുന്നേ? ആധാരം വായിക്കുന്ന പോലെ എനിക്ക് തോന്നിയേ. ആ വായിക്കുന്നവൻ എനിക്കറിയാം, ആധാരം എഴുത്തുകാരനാ. അവിടെ എന്താ നടക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം കൊച്ചപ്പ. കൊച്ചപ്പാ, എല്ലാം കൂടെ വാരി കെട്ടിക്കൊണ്ട് പോയല്ലയോ? പിന്നെന്തിനാ എല്ലാവരോടും ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നേ? വിളിച്ചോണ്ട് പോയല്ലാത്തനെ. എടാ, ഞാൻ ഇഷ്ടമുള്ളപ്പോ വരും, ഇഷ്ടമുള്ളപ്പോ പോവും. വന്നു കയറി നീ ആരാടാ ചോദിക്കാൻ? കൊച്ചപ്പ, കൊച്ചപ്പൻ എന്തിനാ ഇതിനൊക്കെ മറുപടി പറയാൻ നിൽക്കുന്നത്? ആരടിച്ച് വെച്ചതായാലും ഈ പറമ്പിനെടുത്ത ഷീറ്റ് വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ അതും എടുത്തോണ്ട് കൊടുത്ത് ഉള്ള കാശ് വല്ലതും മേടിച്ചോണ്ട് വരാൻ നോക്ക്. കള്ളുകുടി വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലേ കള്ളു കുടിക്കാനായിട്ട്? മുറിയെല്ലാം കൂടെ നശിപ്പിച്ചിട്ടിരിക്കുന്നു മര്യാദയില്ലാതെ. ഓ, അപ്പൊ അധികാരത്തിലാ? അതൊരു അരമണിക്കൂർ നേരത്തേക്കേ ഉള്ളൂ. ദേ കൊച്ചപ്പ, ഈ വീടും പുരയിടവും റബ്ബർ തോട്ടം ഇരിക്കുന്ന 30 സെന്റ് സ്ഥലവേ അരമണിക്കൂറിനുള്ളിൽ എന്റെയും എന്റെ ഭാര്യയുടെയും പേരിലാവും. തീറ ദാനമല്ല, ഷീറ്റല്ല, ഒരേല എടുക്കണമെങ്കിലേ ഞാനും ആരും തീരുമാനിക്കണം. അറിയോ? അങ്ങനാണോ കാര്യങ്ങള്? മോളെ, അപ്പൊ പിന്നെ നമ്മൾ എന്തോ ചെയ്യും? കൊച്ചപ്പൻ ഞാൻ പറഞ്ഞങ്ങ് ചെയ്യും. വണ്ടിയിൽ വാങ്ങിച്ചു വെച്ചിട്ടില്ലേ പാല്, അതെടുത്തിട്ട് വാ. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇല്ലേ, പെട്ടിയും കുന്ത്രാണങ്ങളും ഒക്കെ ആ നിൽക്കുന്ന മഹാന്റെ എല്ലാം കൂടെ എടുത്തിട്ട് പോവാൻ പറഞ്ഞോണം, ഇല്ലെങ്കിൽ തീടും. കേട്ടല്ലോ, മാറി നിൽക്കേ. മോള് പറഞ്ഞു പോയ കേട്ടല്ലോ. എല്ലായിടത്തും മാറ്റിക്കോണം, അല്ലേ കത്തിച്ചോളയും. മാറിയിരിക്കണ അങ്ങോട്ടെ. അതെ, ചുമ്മാ പറഞ്ഞല്ല. അനന്തയുടെ രജിസ്റ്റർ ഓഫീസിൽ വെയിറ്റ് ചെയ്യുക. ആണോ? അലക്സ് എന്താ പറഞ്ഞേ? 1/2 മണിക്കൂർ ഉണ്ടെന്ന് അല്ലേ? അപ്പോഴേ അതിന് മുമ്പ് അലക്സും അലക്സിന്റെ ഭാര്യ എന്റെ പുന്നാര അനിയത്തി അവളും പിന്നെ നിങ്ങൾ രണ്ടുപേരെ വിളിച്ചു വരുത്തിയിട്ടില്ലേ, 2 മഹാന്മാര്, അവരെല്ലാരും കൂടി ഇങ്ങോട്ട് ഇറങ്ങുക ഈ വീട്ടിൽ നിന്ന്. മനസ്സിലായോ? മോളെ, ഞാൻ വണ്ടിക്ക് അകത്തിരുന്ന സാധനം എടുത്തിട്ടെ വണ്ടി വിട്ടിട്ട് വരാം. ഇങ്ങോട്ട് മാറിയിരിക്കടാ. അതെ, ഈ പന്തള മുതലാളിയെ ഇവിടെ അങ്ങ് പൊറുതി തുടങ്ങിയോ? ഇവന്റെ സാധനം എല്ലാം എടുത്തോണ്ട് പോവാൻ പറ. കൊച്ചു പറഞ്ഞാ കേട്ടില്ലയോ? അല്ലെങ്കിൽ എല്ലാം എടുത്ത് കത്തിച്ചു കളയും. ഒരു സിനിമാക്കാരൻ. ഇങ്ങനെ വിഴുങ്ങി കൊണ്ട് നിൽക്കാണ്ട് രണ്ടുപേരും പോയി സംസാരിച്ചേ. പഴം വിഴുങ്ങിയ പോലെ നിക്ക കഴുതകള്. അങ്ങട് ചെല്ലാനി. നീ ഇഞ്ചി തിന്ന കൊറകനെ പോലെ നിക്കടകട് ചെല്ലടകട് പോയി സംസാരിക്കടാ. നോക്കി നിക്ക. കുറെ കുപ്പി സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു ആശം പിടിക്കാനായിട്ട്. ശരിയാക്കി തരാം ഞാൻ. അതെ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ചിറങ്ങിയിരിക്കുകയാണോ? നിങ്ങളുടെ പേരിൽ ഒരുപാട് ഞാൻ സഹിച്ചതാ. അതിനുള്ള പ്രതിഫലമായിരിക്കും ഒടേ തമ്പുരാൻ ഒരു വഴി കാണിച്ചു തന്നത്. അതിന് തടസ്സം നിൽക്കില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. ഒരാഴ്ചക്കുള്ളിലേ ഞങ്ങൾ ഈ വീടങ്ങ് പൊളിക്കും. എല്ലാം വാരിക്കെട്ടിക്കൊണ്ടേ ഇവിടെ നിങ്ങൾ ഇറങ്ങിക്കോണം. അതെ അതെ,
ഹലോ, അതെ, ഞങ്ങൾ പറയുന്നത് കേട്ടെ. അതെ, അച്ചായൻ പറയണ കേട്ടില്ലേ? ഹലോ, എന്താ? ഒരു റിസോർട്ട് പണിയാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. എന്ന് വെച്ചാ ഈ തുരുമ്പിച്ച വീടൊക്കെ ഒന്ന് പൊളിച്ചു കളഞ്ഞിട്ട് ഒരു റിസോർട്ട് പണിയാനാ ഞങ്ങളുടെ ഉദ്ദേശം. അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട, വിട്ടോ. ആ, കഷ്ടം. നാണവും മാനവും പേരിന് കൂടി ഇല്ലേ അലക്സിന്? ഒന്ന് മാറിക്കേ, ഞാൻ ആ ഫ്രിഡ്ജ് ഒന്ന് തുറക്കട്ടെ. ചവിട്ടിക്കുട്ടിയെ വലിച്ച് ഞാൻ പുറത്തിടും കേട്ടോ. അത് വേണ്ടപ്പെട്ടവർ എന്നെ ചെയ്തോളും, ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. മോളെ ആ മോളെ ഏതാണ്ട് പാല് പിള്ളേർക്കത് കാച്ചി കൊടുത്തട്ടെ. കൊച്ചാപ്പനൊന്നും അറിഞ്ഞില്ലേ ഈ വീടൊക്കെ പൊളിച്ചിട്ട് ഇവര് റിസോർട്ട് ഉണ്ടാക്കാൻ പോവാ എവിടെയെന്ന്? ആഹാ, എടാ അലക്സേ, എടാ ഈ കൊച്ചാപ്പനി ഒരു കുശിനിക്കാരന്റെ പണിയിലും താടാ. കൊച്ചാപ്പനുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. അനി, നീ വന്നേ. എടാ 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 അലക്സേ, ഒന്ന് നിന്നട്ടെ. എടാ നീ എന്ത് കണ്ടോണ്ടാടാ ആ പന്തളം മുതലാളിയുടെ കൂടിയേക്കുന്നേ? നിന്റെ അനന്തന്റെ മറ്റോന്റെ കൂടെ. ഹേയ്, എടാ നിന്നെ നിന്റെ പെണ്ണും പിള്ളയും കൂടെ നശിപ്പിച്ച് നാറാണക്കുഴി തോണ്ടിക്കോൻ. ഇല്ലെങ്കിലേ എന്റെ പേരെടുത്ത് നിന്റെ പട്ടി കിട്ടൂ. നിങ്ങളിങ്ങ് വാ മനുഷ്യ. കൊച്ചാപ്പൻ ഇത് പിന്നെ എടുത്തോണ്ട് വന്നോ? ഇനി വന്നേ. ഇരിക്കട്ടെ മോളെ, ആവശ്യം വരും. മോള് തന്നെ സൂക്ഷിച്ചു വെച്ചു. വേണ്ടപ്പ ഞാൻ എടുത്തോളാം. ദാണ്ടേ ഇവിടെ സൂക്ഷിച്ചു വെക്കാന്നേ. ആ, അവിടെയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് എടുക്കാലോ അല്ലേ? അതെ, നനയ്ക്കാൻ വല്ലതും ഉണ്ടോ കൊച്ചാപ്പന്? ഞാൻ നനയ്ക്കാൻ പോവാ. അതിലേക്ക് ഒന്നുമില്ല. മോളിത് കാര്യം ചെയ്യേ, ദാണ്ടെ അങ്ങോട്ട് ചെന്നിട്ടേ അവന്റെ പെട്ടിയും ഭ്രമണമെടുത്തില്ല തോട്ടി കളയട്ടെ. കൊച്ചാപ്പൻ എന്തിനാ കഷ്ടപ്പെടുന്നേ? വെറുതെ നടുപിടിക്കാൻ നിൽക്കില്ല, അയാൾ എടുത്തിട്ട് പൊക്കോളും. അയാൾക്കതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ. അനന്തേട്ടാ, ദേ അവള് വന്നിട്ടുണ്ട്. ആൻസിയൊക്കെ അകത്തുണ്ട്, ചെല്ല്. അനന്ത അവള് എത്തിയിട്ടുണ്ട്, വിട്ടുകൊടുക്കരുതിട്ടാ. നമസ്കാരം സാർ. നമസ്കാരം. 4 മണിക്ക് മുമ്പെങ്കിലും രജിസ്ട്രേഷൻ നടത്തണം. എന്റെ ആചാരി, താനൊന്ന് തിരക്ക് പിടിക്കല്ലേ, ഈ പ്രശ്നം തീരട്ടെ. അവളെന്താ പറഞ്ഞേ? ഞങ്ങൾക്ക് നാണോ മാനോ ഇല്ലേന്നാ ഇപ്പൊ ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയെ പറ്റിച്ചതിന് ജയിൽ ശിക്ഷ കഴിഞ്ഞു വരുന്നവൾക്ക് മാനം എവിടെ? ചെല്ലടി അങ്ങോട്ട്. നിങ്ങളെ വിളിക്കും, ചെന്ന് പറയാം. നിങ്ങൾ വിളിച്ചാ മതി. ആരെങ്കിലും പോയി ഒന്ന് വിളിക്കവളെ. വിളിക്കച്ചായ, വിളിക്ക്. അതെ, എന്താ എന്താ നിങ്ങക്ക് വേണ്ടത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പോകാൻ വേറെ ഇടയില്ലെങ്കിലേ പുനരധിവാസ കേന്ദ്രങ്ങളുണ്ടല്ലോ, ജയിൽ പുള്ളികൾക്കുള്ളത്. എന്റെ മക്കളെ വന്നിട്ട് ഇറങ്ങി പോവാൻ നോക്ക്. ഇതേ, ഞാൻ ഇന്ന് ആനയുടെ അലക്സിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പോവാ. എന്റെ വർക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഇവിടെ വരും. ഒരു ഗസ്റ്റ് ഹൗസും പണിയും. പിന്നെയും ചില പ്ലാനുകളൊക്കെ ഉണ്ട്. ഒരു പ്ലാനിങ് ഇവിടെ നടക്കാൻ പോകുന്നില്ല അല്ലേ കൊച്ചാപ്പ? പിന്നെ അല്ലാതെ. പിന്നെ ഈ 2 പാവങ്ങളെ ഇട്ട് വട്ടം കറക്കാൻ നിങ്ങക്ക്, അല്ലാതെ ഒരു ഗുണവുമില്ല. ഇടിയാനി, നിനക്ക് നിന്റെ ഭർത്താവിനും കുഞ്ഞിനും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ താമസിക്കാം. എന്ത് ധൈര്യത്തിലാ ചേച്ചി ഇവിടെ കിടന്ന് നിഗളിക്കുന്നത്? 4 ദിവസം ജയിലിൽ കിടന്നപ്പോ കിട്ടിയ ധൈര്യമാണോ? അല്ലടി മോളെ, 4 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നതിന്റെ ധൈര്യമാ. അതൊരു വലിയ ധൈര്യടി. ആരാ നിന്നെ ജയിലിൽ കൊണ്ട് കിടത്തിയത്? ലോകം മുഴുവൻ നീ തെറ്റുകാരിയാണെന്ന് പറഞ്ഞെങ്കിലും പോട്ടെ, സാരമില്ലെന്നും പറഞ്ഞ് കൂടെ നിന്ന് ഭർത്താവാ ഞാൻ. കണ്ണടച്ച് നിന്നെ വിശ്വസിച്ചവനാ ഞാൻ, എന്റെ 2 കുട്ടികളെ ഓർത്ത്. അപ്പോഴും നിനക്ക് വലുത് അതൊന്നും ആയിരുന്നില്ല നിന്റെ ലക്ഷ്യം. എന്നിട്ട് എവിടെ എത്തി നിന്റെ ലക്ഷ്യം? ഇന്നും എന്റെ ലക്ഷ്യത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഞാൻ തെറ്റുകാരിയല്ല, നിന്റെ ഭർത്താവും കുഞ്ഞുങ്ങളും എന്തെങ്കിലും അറിയണം, അത് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു സ്ത്രീയായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ ശ്രമിക്കുമ്പോഴൊക്കെ എന്നെ കുരുക്കിയിടാൻ ശ്രമിക്കുകയായിരുന്നു നിങ്ങളുടെ കുടുംബക്കാര്. ഞാൻ ഈ സഹിച്ചതൊക്കെ ആ ഒറ്റ കാരണം കൊണ്ടാ. നിങ്ങളുടെ ചേട്ടനും ചേട്ടത്തമ്മയും ആ പന്ന ചെറുക്കനെല്ലാം കൂടെ അതിന് ശ്രമിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു തവണയെങ്കിലും അവരെ തടയാൻ ശ്രമിച്ചോ? അവളെ പാട്ടിന് വിടാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ജയിൽ പാസ് അനുഭവിക്കുമായിരുന്നോ? ഇനി എന്റെ ഭർത്താവായിട്ടിരുന്ന ആളാണെന്നോ എന്നെ കുറെ കാലം സംരക്ഷിച്ച ഒരാളെന്നോ ഒരു സോഫ്റ്റ് കോർണർ എനിക്ക് നിങ്ങളുടെ തൊടാൻ പോകുന്നില്ല. ഞാൻ എന്റെ ഫൈറ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ KGSന്റെ പുതിയ ജാരനാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. എന്നാ കേട്ടോ, ആ KGS തന്നെ എന്റെ ശക്തി. ആ, ഞാൻ അങ്ങനെ ഒരു മനുഷ്യനെ കണ്ടു. ഒരു സിനിമ പിടിക്കാനുള്ള കാശ് തരാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ഭാര്യ മക്കളെ മറന്നുപോയല്ലോ. അങ്ങനത്തെ ജന്മം അല്ല ഒരു യഥാർത്ഥ പുരുഷൻ. ഇനി ഞാൻ അയാളുടെ ഒപ്പാന്ന് പറഞ്ഞ് എനിക്കൊരു പുല്ലുമില്ല. എനിക്കല്ലത്തിന് നഷ്ടപ്പെടാൻ ഒരു മാനവും ഇല്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല മരതകം വീട്ടിലെ കുറെ കൃഷ്ണന്മാർക്ക് നഷ്ടപ്പെടാനുള്ളത്. അത് നിങ്ങളുടെ കുടുംബത്തിന്റെ അടിവരെ ഇളകി തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ.
ഏയ് നീയും നിന്റെ KGS കൂടി എന്തുട്ട് കാട്ടുന്ന പറയണേ? ഇറങ്ങ് അവിടുന്ന്. കുറെ നേരമല്ലോ. ഇനി എന്റെ വീട്ടിൽ കാല് കുത്തിയ ചെവിക്കലടിച്ച് പൊട്ടിക്കും. ഇറങ്ങ് അവിടുന്ന്. കൊച്ചപ്പാ, അയാളുടെ പെട്ടിയെല്ലാം എടുത്ത് പുറത്തോട്ടിട്ടെ. മോളെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കേറി വന്നിരിക്കും. ഇപ്പൊ ഞാൻ മനുഷ്യൻ കാണിച്ചു ക്ഷമ തരാം. പരീക്ഷിക്കാനായിട്ട്. അവന്റെ കുറെ സാധനങ്ങള്. അവന്റെ ഒരു ഇങ്ങ് എടുത്തോണ്ട് കൊടുക്ക്. ഇതെല്ലാം കൂടെ കൊണ്ടുപോകും. അലക്സ ഇങ്ങോട്ട് വാ. കൊണ്ടുപോ. പെട്ടെന്ന് കൊണ്ടുപോയിക്കോ. എല്ലാം കൊണ്ടുപോ. ആ മേശപ്പുറത്തുണ്ട്, അവിടെ ഒന്ന് വെച്ചേക്കണ്ട. എല്ലാം എടുത്തോ. അതെല്ലാം അയാളുടെ ആ പൗഡറും കുപ്പിയൊക്കെ എല്ലാം വാരി കെട്ടി കൂടി കൊടുക്ക്. അവന്റെ ഒരു സ്പ്രേ, പൗഡർ, തുണിയ് എല്ലാം ഇരിക്കട്ടെ. എല്ലാം എനിക്ക് ഈ ചെറ്റക്കുടലിന്റെ അകത്ത് കാല് കുത്തിയിട്ടേ ഒരു പുണ്യം കിട്ടാനില്ലാട്ടാ. എന്താ നിനക്ക് നട്ടലില്ലേ? ഇവറ്റങ്ങളെ ഇവിടുന്ന് ഓടിച്ചുവിടാൻ നിനക്ക് നട്ടലില്ലേ? നീ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ മുതലെന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് ഈ ചെറ്റകളെ എടുത്ത് കാണിക്കാണ്ടില്ലേ? അവന്റെ സാധനം ഒരു സാധനം ഇവിടെ കണ്ടുപോരുത്. ഒരു സാധനവും എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ടുപോയിക്കോ. നിന്റെ കഴുക്കോലെല്ലാം കൂടെ ഞാൻ കത്തിയെടുക്കേണ്ടി വരുമോ ഇനിയും? പറഞ്ഞേക്കാം. കൊച്ചപ്പ ഞാൻ പേടിച്ചുട്ടാ. പേടിച്ചിട്ട് പന്തളം ബേബി കിടന്ന് വിറയ്ക്കാ. അലക്സേ, നീ അതാ വണ്ടിയിലേക്ക് വെച്ചേ. എന്താ ഞാൻ പോട്ടാനെന്താ? നീ അങ്ങോട്ട് പോവാൻ നിക്കവിടെ. നീയും KGS കൂടി എന്ത് യുദ്ധം വേണമെങ്കിലും ചെയ്തോ. അത് നേരിടാനുള്ള കഴിവ് അവർക്കും ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ട്. ഈ യുദ്ധം നേരിടാൻ നിങ്ങൾക്ക് പറ്റിന്ന് വരില്ല എന്തോ. അഴിയെണ്ണും നിങ്ങളുടെ ചേട്ടനും ചേട്ടത്തമ്മയൊക്കെ. പിന്നെ ചെറുക്കൻ, അവന്റെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കാണിച്ചുതരാം ഞാൻ. നീ എന്തു വേണമെങ്കിലും ചെയ്യേ. അതെ, ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ച ഈ വീട്ടിൽ താമസിച്ചോണ്ട് വേണ്ട. ആനി, അലക്സേ, പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറ്. രജിസ്റ്റർ ചെയ്ത് തരും നിങ്ങളുടെ പേരില്. ഇവളെ ഉണ്ടല്ലോ, ഇവളെ ഇറക്കി വിടുന്ന നിങ്ങളായിരിക്കണം. അത് നടക്കത്തില്ല അനി. ഈ രജിസ്ട്രേഷൻ നടക്കത്തില്ല. അതിന് ഒരു കടലാസും കൂടെ വേണം. മോളെ ബാഗ് ആ ടിവിയുടെ അപ്പുറത്തിരിപ്പുണ്ടേ. വരും. സമാധാനമായിട്ടിരിക്കെ. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പോകാം. അതെ, ഇനിയും കുറെ സമയമുണ്ടല്ലോ.